ശ്രീ സമ്പത്ത് ഇവിടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത പറയുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത ഉത്തരവാദിത്തോട് പറയുന്നു, ഇത് ലോക്നാഥ് ബെഹ്റയുടെ ഇടനിലയാണ്, പാലമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ബെഹ്റ മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ആ നീക്കം. അതെന്തിനാണ് ആ നീക്കം എന്നുകൂടി പറയുന്നത്. ഇപ്പോൾ നാണം കെട്ട പാർട്ടി എന്ന് പിണറായി വിജയൻ പറഞ്ഞ അടക്കം എന്താ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ സമ്പത്ത്, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFനും പ്രിയങ്കരനാണ് എന്നതിൽ തർക്കമുണ്ടോ? ബെഹ്റ DGP ആയിരുന്ന കാലത്ത് സേനയിൽ നിന്ന് അഴിമതി വാർത്തകൾ വന്നത് മലവെള്ളം പോലെയാണ്. അന്ന് നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ചേർത്ത് പിടിച്ചു, വിരമിച്ചപ്പോൾ കൊച്ചി മെട്രോ MD ആക്കി. ഇപ്പോഴും പ്രിയങ്കരനായി കണ്ണിലുണ്ണിയായി തുടരുന്നു ബെഹ്റ. അപ്പോൾ എന്തിൻ്റെയെങ്കിലും ഇത്തരം പാലം പണികൾക്കുള്ള ഉദ്ദിഷ്ടകാലത്തുള്ള ഉപകാരസ്മരണയാണ് ഇതൊക്കെയും, ഈ സ്നേഹം എന്നൊക്കെ ആരോപിച്ച ചിലപ്പോൾ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ സമ്പത്ത്? ഹാഷ്മി, എനിക്കൊരു 3 മിനിറ്റ് നൽകുന്നതിൽ വിരോധം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ്, എൻ്റെ 2 ചങ്ങാതിമാരും സമ്മതിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്നവരെ സംബന്ധിച്ച് അപ്പോൾ അതിൻ്റെ എല്ലാം കുറ്റം CPIMൻ്റെ നേതൃത്വത്തിന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് എങ്കിൽ, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള 9 പേര് SM കൃഷ്ണ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, വിജയ് ബഹുഗുണ, ദിഗംബർ കാമത്ത്, കിരൺ കുമാർ റെഡ്ഡി, പേമ ഖണ്ഡു, ND തിവാരി, ജഗദാംബിക പാൽ, അശോക് ചവാൻ, ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുമായിരുന്നവരാണ്. ഇതിൽ 9 പേരിൽ 8 പേര് BJPയിൽ ചേരുമ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു, എക്സ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നുവെങ്കിൽ പേമ ഖണ്ഡു BJPയിൽ ചേരുന്നത് എങ്ങനെയെന്നറിയോ? 2016 കോൺഗ്രസിൽ നിന്ന് ഭൂരിപക്ഷം MLAമാരുമായി പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിൽ ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് നേരെ ഈ പാർട്ടി മൊത്തമായി തന്നെ അങ്ങ് BJPയിലേക്ക് ലയിക്കുകയാണ്. ഇതാണല്ലോ നടന്നത്. UPയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദാംബിക പാല് ഈ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം ഈ ട്രഷറി ബെഞ്ചുകളിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പുറകിലായിരുന്നു എപ്പോഴും. ഞങ്ങൾക്കെല്ലാം ഈ നേരെ ആക്രോശം അത് BJPക്കാരും അനുഭവിച്ചിട്ടുണ്ട്. അടുത്ത NDA ഗവൺമെൻറ് 1ാം മോദി സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം അതേ ബെഞ്ചിൽ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനെതിരായി ആക്രോശം. ഞങ്ങൾ അദ്ദേഹത്തെ ഏക് ദിൻ കി സുൽത്താൻ എന്നാണ് കളിയാക്കി വിളിക്കുമായിരുന്നു. ഒറ്റ ദിവസം മുഖ്യമന്ത്രിയായിരുന്ന UPയിലെ. ഇവിടെ ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ അവസാന മുഖ്യമന്ത്രി എന്ന കിരൺ കുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷം 2023 ഏപ്രിലാണ് BJPയിൽ ചേരുന്നത്. ഇവിടെ വേറൊന്നും കൂടി നോക്കേണ്ടത്, 2022 സെപ്റ്റംബറിലാണ് മുൻ ഗോവ മുഖ്യമന്ത്രി നിലവിൽ MLAയുമായ ദിഗംബർ കാമത്ത് BJPയിൽ ചേർന്നത്. ഗോവയിലെ സ്ഥിതി അറിയാമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി കോൺഗ്രസ്. പക്ഷേ അതേസമയം എന്താ സംഭവിച്ചത്? BJP ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഓപ്പറേഷൻ മിഡ് നൈറ്റാണ്. ആരാണ് ഉത്തരവാദി എന്നുള്ളത് കോൺഗ്രസ് തന്നെ പരിശോധിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിൻ്റെ MLAമാരുടെ എണ്ണം തന്നെ 2ആയി ചുരുങ്ങുകയാണ്. ഇതുകൊണ്ട് മാത്രമല്ലല്ലോ കാര്യങ്ങൾ തീരുന്നത്. ഈ അമരീന്ദർ സിംഗ് അദ്ദേഹം പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി പിന്നെ BJPയിലേക്ക്. ഉത്തരാഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ BJPയിൽ ചേർന്ന 2016 മകൻ സൗരഭ് ബഹുഗുണ ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയുമാണ്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ BJPയിൽ ചേർന്ന ശേഷം മുഖ്യമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ, ബീരൻ സിംഗ്, മണിക് സാഹ, തരുൺ ഗൊഗോയ്. സർക്കാരിൽ സഹമന്ത്രിയായിരുന്ന ഹിമന്ത മുമ്പ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നേരെ BJPയിൽ എത്തുന്ന 2015 2021 മുതൽ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ബീരൻ സിംഗ് BJPയിൽ എത്തുന്നത് 2016 2017 തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി. മണിക് സാഹ കോൺഗ്രസ് വിട്ടത് 2016, ഇപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രി. അപ്പോൾ BJPയിൽ ചേർന്ന പ്രമുഖ നേതാക്കൾ ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഇങ്ങോട്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ എല്ലാം കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ എല്ലാം പ്രകീർത്തിച്ചിരുന്നത്, പ്രശംസിച്ചിരുന്നത്, അദ്ദേഹത്തിന് നൽകിയിരുന്ന ആ പരിവേഷം, അത്തരം കാര്യങ്ങൾ. പാർലമെൻറ്റിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായ അത്തരത്തിൽ ഞങ്ങളുമായി നല്ല ബന്ധമൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ നിരവധി ആളുകൾ ഇങ്ങനെ പോയതിനെ സംബന്ധിച്ച്. ജിതൻ പ്രസാദ 1ഉം 2ഉം UPA സർക്കാരിലെ മന്ത്രി, ഇപ്പോൾ ഉത്തർപ്രദേശിലെ ക്യാബിനറ്റ് മന്ത്രി. ഹാർദിക് പട്ടേൽ ഗുജറാത്തിലെ മുൻ PCC പ്രസിഡന്റ്, അദ്ദേഹം പിന്നെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ പോയ കാലങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിയല്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ പത്മജ വേണുഗോപാൽ മറികണ്ടം ചാടുന്നതിൽ പിണറായിക്കെതിരെ നേർക്കുന്ന ആരോപണം ഉന്നയിക്കുന്നത് പിണറായി തങ്ങളിപ്പോൾ രാഷ്ട്രീയ ആരോപണം വെച്ചുകൊണ്ട് മാത്രമല്ല, അത് പിണറായിയുടെ ഏറ്റവും പ്രിയങ്കരനായ ബ്ലൂ ഐഡ് ബോയായ ലോക്നാഥ് ബെഹ്റയെ വെച്ചുകൊണ്ട് കൂടിയാണെന്ന് പറയുന്നു. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ എന്തുകൊണ്ട് ബ്ലൂ ഐഡ് ബോയ് ആയെന്ന് ഞാൻ ആദ്യം പറയുകയായിരുന്നു. അഴിമതി ആരോപണങ്ങൾ മലവെള്ളപ്പാച്ചിലും ചേർത്ത് പിടിച്ചു ഈ സർക്കാർ അല്ലേ? ലോക്നാഥ് ബെഹ്റ പ്രിയങ്കരനാണ്, പിണറായിക്ക് എന്താ തർക്കമുണ്ടോ ശ്രീ സമ്പത്ത്? ആഷ്മിക്ക് അഴിമതി അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനായി തന്നെയാണ് ജോലി ചെയ്തത്. അദ്ദേഹം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ അന്ന്
ശ്രീ വെങ്കയ്യ നായിഡു ചെയർമാനായിട്ടുള്ള ആ പാർലമെൻ്ററി കാര്യ സമിതിയിൽ ശ്രീ LK അദ്വാനി അടക്കം അംഗമായിരുന്നത് ഞങ്ങൾ ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അവരുടെ ഓഫീസുകൾ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ബ്രീഫിംഗ് അതെല്ലാം ഇപ്പോൾ ഇതിൽ പറയാനായി കഴിയില്ല. ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സാർ, സമ്പത്ത് ഞാൻ അങ്ങയുടെ ഓർമ്മയിലേക്ക് ചില കാര്യങ്ങൾ പെടുത്താം. ഈ പാവപ്പെട്ട പോലീസുകാർക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ അനുവദിച്ച് 4.33 കോടി രൂപ വകമാറ്റി ലോക്നാഥ് ബെഹ്റ. ധനവകുപ്പ് എതിർപ്പ് മറികടന്ന് മന്ത്രിസഭ അത് സാധൂകരിച്ചു. പോലീസിന് 25 റൈഫിളുകൾ, 12,000 എത്രയോ ചില്ലുവാനും വെടിയുണ്ടകൾ കാണാതായി എന്ന് പറഞ്ഞ് CAG ആണ് ഈ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ പെയിന്റ് അടിക്കാൻ പ്രധാനപ്പെട്ട ബ്രാൻഡ് പെയിന്റ് വാങ്ങിയാൽ മതിയെന്ന ഉത്തരവ്, യൂണിഫോം മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ബ്രാൻഡ് വാങ്ങിയാൽ മതിയെന്ന ഉത്തരവ്, സ്റ്റോർ പർച്ചേസ് മാനുവൽ നിരന്തര ലംഘനങ്ങൾ, സിംസ് എന്ന് പറയുന്ന നിരീക്ഷക സംവിധാനത്തിൽ സ്വകാര്യ സ്ഥാപനം കസേരയിട്ടിട്ട വിവാദം. ചേർത്തുപിടിക്കലല്ലാതെ ഇക്കാലത്ത് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതുകൊണ്ടാണ് പറയുന്നത് ഈ ചേർത്തുപിടിക്കൽ പാലമിടലിന് കിട്ടുന്ന കൂലിയാണ് എന്ന് പറയുന്നത്. നേർക്കുന്ന മറുപടി പറയാം. പഴയ ലിസ്റ്റ് അങ്ങനെ വായിക്കാം, ഉറപ്പായും വായിക്കാം. അതല്ല, നേർക്കുന്ന മറുപടി പറയാം. എന്തിനായിരുന്നു ചേർത്ത് നിർത്തൽ? എന്തിനാണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ MD സ്ഥാനത്ത് കസേരയിട്ട് ഇവിടെ ഇരുത്തുന്നത്? അതെ, അല്ല, കൊച്ചി മെട്രോ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ കാര്യത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളത് അതിൻ്റെ നിർമ്മാണവും പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും എങ്ങനെ വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. ബിക്കോസ് യു ആർ എ മീഡിയ പേഴ്സൺ, യു ക്യാൻ ടേക്ക് ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം എടുത്ത് ആരെയും എങ്ങനെ വേണമെങ്കിലും ചേർത്ത് നിർത്തിച്ചാരാം. എൻ്റെ ഒരു ചോദ്യം ഒറ്റ മിനിറ്റ് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ CAG റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ല, ആയിക്കോട്ടെ. ഹാഷ്മി, CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനെയും എടുത്തു പിടിച്ചുകൊണ്ടല്ല ഇപ്പോൾ ഈ ഒരു ചർച്ച ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിനെ സംബന്ധിച്ച് ആണല്ലോ. CAG റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ നമുക്കൊരു ചർച്ച അങ്ങനെ ഇരിക്കാം, നമുക്കെല്ലാം കൂടി തന്നെ ആ കാര്യത്തിൻ്റെ ഇരിക്കാം, നന്നായിരിക്കാം ആ കാര്യത്തിൽ. എൻ്റെ ചോദ്യം, ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇവരോടൊപ്പം 10 ആളിനെ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറയുകയാണ് ഇവർ അങ്ങനെ ഈ കോൺഗ്രസ് വിട്ടുപോയതിൻ്റെ ഇതിൻ്റെ കാര്യകാരണം അവർ അന്വേഷിക്കട്ടെ, അത് അവരുടെ ബാധ്യതയൊന്നുമല്ല, ചുമതലയാണ്, അത്തരം കാര്യങ്ങൾ ചെയ്തോട്ടെ. നേരത്തെ അനിൽ ആൻ്റണി വിട്ടുപോയല്ലോ, ആരായിരുന്നു ഓപ്പറേഷന് പിന്നിൽ? എന്താ അതുകൂടി ഒന്ന് പറയാത്തത്? ഇപ്പോൾ വന്ന് ഇനി BJPക്കകത്ത് വേണമെങ്കിൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും എന്നുള്ള സമവായത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടെത്തിക്കാം. AK ആൻ്റണിയുടെ പുത്രൻ പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയൊന്നുമില്ല. പക്ഷേ K കരുണാകരൻ്റെ പുത്രി പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന് A ഗ്രൂപ്പുകാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലാകാം, I ഗ്രൂപ്പുകാർക്ക് തിരിച്ചും പറയാം. ഇത്തരം കാര്യത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാലിനെതിരായി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, അതിലേക്കൊന്നും ഞങ്ങളാരും അതിൽ ഉത്തരവാദിയല്ല. അത്തരം കാര്യങ്ങൾ നമുക്കാർക്കും ഒരു സഹോദരനെയും സഹോദരിയെയും നമുക്കത്തരത്തിൽ തീരുമാനിച്ചെടുക്കാനുള്ള അധികാരവും അതിനുള്ള കഴിവൊന്നുമില്ല. നമുക്കൊരു അയൽക്കാരനെയും അത്തരത്തിൽ എടുക്കാനുള്ള അധികാരവും കഴിവൊന്നുമില്ല. നമുക്ക് സുഹൃത്തുക്കളെയും അത്തരത്തിൽ നമ്മുടെ സഹപ്രവർത്തകരെയും എല്ലാം തീരുമാനിക്കാനേ കഴിയുള്ളൂ. അവരാരെങ്കിലും അത്തരത്തിൽ അവരുടേതായ പാർട്ടികൾ വിട്ട് പുതിയ പാർട്ടികളിലേക്ക്, മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോവുകയോ പ്രവർത്തിക്കുകയോ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ അവർ വിടവാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഇക്കാര്യത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. BJPയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി, ജനദ്രോഹ നടപടികൾക്കെതിരായി, ഫെഡറലിസത്തെ തകർക്കുന്നതിനെതിരായി, ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത തന്നെ ഇല്ലാതാക്കുന്നതിനെതിരായി ഞങ്ങൾ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ ആഷ്മിക്ക് അറിയാലോ. നമ്മൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കാര്യത്തെ ചർച്ച ചെയ്യാൻ. ഇവിടെ പത്മജ വേണുഗോപാൽ